കുർബാന ഞാൻ 6 മണിയുടെ കാണും, 7 മണി വരെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാലേ ഈ ഓട്ടോറിക്ഷയില് ഞാൻ സഞ്ചാരം ആരംഭിക്കും 10:30, 11 വരെ. കാശിന് വേണ്ടിയിട്ടല്ല ഫാദറെ. കള്ളുകുടിയന്മാരും തീവ്രവാദികളും തെമ്മാടികളൊക്കെ യാത്ര ചെയ്യുന്നത് അന്ധകാരത്തിലാ. അതുകൊണ്ടാണ് ഞാൻ 11 മണി ഓടിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് ചെറുപ്പക്കാര്, കുട്ടികള്, മുസ്ലിമുകള്, ക്രിസ്ത്യാനികള്, ഈ ഹിന്ദുക്കളൊക്കെ വരാറുണ്ട്, നിരീശ്വരന്മാര് വരാറുണ്ട്, എന്റെ സഹപാഠികൾ, സഹപ്രവർത്തകർ വരാറുണ്ട്. ആര് കയറിയാലും ഞാൻ അവർക്ക് വേണ്ടി പാട്ടുപാടും, ആര് കയറിയാലും ഞാൻ അവർക്ക് വചനം പ്രഘോഷിക്കും, ആര് കയറിയാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫാദറെ, എന്റെ ഈ ഓട്ടോറിക്ഷ ധനം സമ്പാദിക്കാനുള്ള ഒരു യന്ത്രം മാത്രമല്ല, കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനും കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കുവാനുള്ള ഒരു ആയുധമാണ്. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മണ്ണുത്തിപ്പള്ളിയിലെ ഒരു കൺവെൻഷന് പോയപ്പോ 100ഓളം ചെറുപ്പക്കാരയിൽ കുറച്ചധികം പേര് പാലക്കാരാ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാ. 1 ലക്ഷത്തിന്റെ മുകളിൽ ശമ്പളം വാങ്ങിക്കുന്ന മുഴുത്ത ഗവേഷകന്മാരെ. ആടിലെ, വെച്ചൂർ പശുവിലെ, പൈനാപ്പിളില്, കൗങ്ങിലൊക്കെ ഗവേഷണം നടത്തുന്നവരെ. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് 2000 ഏക്കർ ഭൂമിയുണ്ട് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. 2000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഒരു വർഷത്തിലെ വിഹിതം. ഞാൻ അവരോട് പറഞ്ഞു, ഈ മണ്ണുത്തിപ്പള്ളി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ സക്രാരിക്കകത്തിരിക്കുന്ന കർത്താവിനും ഈ വചനപീഠത്തിൽ ഇരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിനും നടക്കാനുള്ള കാലുകള് നിങ്ങൾ 100 പേരാ. നിങ്ങൾ 100 പേരുടെ സഹകരണം കൊണ്ടാണ് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കർത്താവ് ഇറങ്ങി നടക്കേണ്ടത്. ഓരോ കത്തോലിക്കനും പള്ളിക്കകത്ത് കെട്ടിക്കിടക്കേണ്ട വെള്ളമല്ല, പള്ളിക്കകത്ത് നിന്ന്, നീരുറവയിൽ നിന്ന്, സ്രോതസ്സിൽ നിന്ന്, ആ പാറയിൽ നിന്ന് ഭക്ഷിച്ച് തൃപ്തരായി ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങുന്ന പ്രേക്ഷിതരായിട്ട് മാറണം. പ്രേക്ഷിത പ്രവർത്തനം ഞായറാഴ്ചകളിലെ പള്ളിക്കകത്ത് കൊടുക്കുന്ന സ്വസ്ത്ര കാഴ്ചയിലും മിഷൻ സൺഡേക്ക് കൊടുക്കുന്ന കവർ പിരിവിൽ അവസാനിക്കേണ്ട ഒരു ദൗത്യമല്ല. നിങ്ങൾക്ക് മാധ്യമരംഗങ്ങളിൽ കഴിവുണ്ട്. എത്രയോ പേര് ഈ സെന്റ് തോമസ് കോളേജിൽ ജോലി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിലെ പള്ളിക്കൂടങ്ങളിലെ രൂപത പാലാ രൂപതയാണ്. എത്രയോ 100 കണക്കിന് പേർക്ക് അവിടെ ജോലി കിട്ടിയിരിക്കുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്ന മാത്സും ഇക്കണോമിക്സും കോമേഴ്സും ആകാം, പക്ഷെ അതിന്റെ കൂട്ടത്തിലെ കർത്താവിന്റെ സുവിശേഷം കൂടെ അറിയിക്കാനാണ് പാലാ രൂപത, സെന്റ് തോമസ് കോളേജും ഈ സ്ഥാപനങ്ങളൊക്കെ പടുത്തുയർത്തിയത്. ഇവിടെ കച്ചവടക്കാരുടെ, എനിക്കറിയാം, ഇന്നും പാലാ രൂപതയിലെ കച്ചവടത്തിന്റെ ആധിപത്യം ഇവിടുത്തെ കത്തോലിക്കർക്കാ. എല്ലാത്തിലും, ജൗളിയിലും, സ്വർണത്തിലും, ബേക്കറിയിലും, പലവ്യഞ്ജനത്തിലും, സ്റ്റേഷനറിയിലൊക്കെ നിങ്ങൾ കുത്തകക്കാരാ. ആട്ടുവട്ടത്തിൽ ഒരിക്കലും പാലാ പിടിച്ചു കുലുക്കുന്ന ഒരു തിരുനാള് ഡിസംബർ 8-ാം തീയതി നിങ്ങളിവിടെ നടത്തുന്നുണ്ട്. ഞങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ട്, ഞങ്ങളത് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമാണോ സുവിശേഷവൽക്കരണം? എന്റെ കടയിലൂടെ കടന്നു പോകുന്ന സർവരോടും കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ഉത്തരവാദിത്വമില്ലേ? ഇവിടെ ഡോക്ടർമാരുടെ, എത്രയോ ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരുള്ള ഒരു രൂപതയാണ് പാല. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്. കഴിഞ്ഞ കൊല്ലം സിവിൽ സർവീസിന് ഏറ്റവും കൂടുതൽ റാങ്കുകൾ വാങ്ങിച്ചത് നിങ്ങളുടെ സിവിൽ അക്കാഡമിക്കാണ്. ഇത്രയേറെ ചെറുപ്പക്കാരുള്ളപ്പോഴ് അവരൊക്കെ അവരായിരിക്കുന്ന മേഖലകളിലെ കർത്താവിന്റെ സുവിശേഷവൽക്കരണത്തിന്റെ ചാലകങ്ങളാകണം. ഞാൻ ഒരുപക്ഷെ ബെന്നി പുന്നത്തറയെ കുറിച്ചൊരു വാക്ക് പറയുമ്പോൾ അത് അധികപ്പറ്റാകുമെന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങൾ 30 മെത്രാന്മാർക്ക് 24 മണിക്കൂറും ഒരു ചാനലിലൂടെ കർത്താവിനെ അറിയിക്കാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് കഴിയാത്തൊരു കാര്യം, ഒരു പാവപ്പെട്ട അൽമായൻ 24 മണിക്കൂർ പരസ്യം വാങ്ങിക്കാതെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത്, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലെ
കർത്താവിനെ കാണാനും കേൾക്കാനും അവസരം ഒരുക്കുന്നത്, അതാണ് നവസുവിശേഷവൽക്കരണം. അതിലേക്കുള്ള വളർച്ച, അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇരിക്കുന്നത്. അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും മാത്രം ചെയ്യാനുള്ള ഒരു ദൗത്യമല്ല സുവിശേഷവൽക്കരണം. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാധ്യതകള്, നിന്റെ സമ്പത്തായിരിക്കാം, നിന്റെ കഴിവുകളായിരിക്കാം, നിന്റെ സിദ്ധിയായിരിക്കാം, നിന്റെ സൗകര്യങ്ങളായിരിക്കാം, അതെല്ലാം കർത്താവിന്റെ സുവിശേഷമായിട്ട് മാറട്ടെ. ഈ വ്യക്തിയോടുള്ള സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും നല്ല മാതൃക പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, മംഗളവാർത്ത സ്വീകരിച്ച അമ്മ തിടുക്കത്തിൽ മലമ്പ്രദേശത്തോടുകൂടെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോയി. എന്തിനാ? 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്യാൻ. 6 മാസമുള്ളപ്പോൾ അമ്മ മംഗളവാർത്ത സ്വീകരിച്ചത്. 3 മാസം അമ്മ കൂടെ താമസിച്ചത് എലിസബത്തിന്റെ പ്രസവ ശുശ്രൂഷയ്ക്ക. പക്ഷെ എലിസബത്ത് എന്താ അമ്മയോട് പറഞ്ഞത്? നീ എന്റെ വീട്ടിൽ വന്നപ്പോഴ് എന്റെ ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. യു ഹാവ് ബ്രോട്ട് ഇൻ ടു മൈ ഹോം ദ റെഡീമർ ജീസസ് ക്രൈസ്റ്റ്. നീ എന്റെ വീട്ടിൽ വന്നപ്പോ കർത്താവിനെ നീ കൊണ്ടുവന്നു. വിശ്വസിച്ച നീ ഭാഗ്യവതി. അമ്മ ജീവിതം കൊണ്ട് തെളിയിച്ചത് വിശ്വാസത്തിന്റെ പ്രമാണങ്ങളാ. ഞാനും നിങ്ങളും മറക്കരുത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ 14 തുടങ്ങി 17 വരെയുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന സന്ദേശം അവസാനിപ്പിക്കുകയാണ്. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? സുവിശേഷം പ്രസംഗിക്കുന്ന പാദങ്ങൾ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ഞാനും നിങ്ങളും കർത്താവിനെ പ്രസംഗിക്കുന്ന കർത്താവിന്റെ പ്രവാചകരാകട്ടെ. പള്ളിക്കകത്തു നിന്നുള്ള ഊർജം അത് പള്ളിക്ക് പുറത്ത് നമ്മുടെ ശുശ്രൂഷകളിലൂടെ, നമ്മളായിരിക്കുന്ന മേഖലയിലൂടെ. നിങ്ങളെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകൾ വിട്ടിട്ട് അച്ഛനും കന്യാസ്ത്രീ ആകണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അൽമായന്റെ ദൗത്യം ഈ ലോകത്തിലാണ്. അൽമായൻ ഈ ലോകത്തിൽ ജീവിക്കണം. പക്ഷെ ഈ ലോകത്തിലെ മാവിന്റെ അകത്ത് വെച്ച പുളിമാവായിട്ട് അൽമായൻ തീരണം. ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഈ നാട്ടിലെ മാവിന്റെ അകത്ത് ഒളിച്ചു വെച്ച പുളിമാവാകണം. നമ്മുടെ ഇടവകളൊക്കെ തന്നെ മാവിന്റെ അകത്ത് ഒളിച്ചു വെച്ച പുളിമാവാകട്ടെ. എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കർത്താവിനെ അറിയിക്കാൻ നമുക്ക് കഴിയട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ വലിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമുക്കൊരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ജനത്തെ കാണണേ. നിന്റെ ജനത്തിന്റെ മേൽ നിനക്ക് അനുകമ്പ തോന്നി എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തില് നീ പറയുന്നുണ്ടല്ലോ. എവിടെ നിന്ന് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും? നിന്റെ ചോദ്യമായിരുന്നല്ലോ. നീ ഞങ്ങളോട് തന്നെ തുടർന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? കർത്താവേ, നിന്റെ ജനത്തിന്റെ വിശപ്പകറ്റാൻ, നിന്റെ കരങ്ങളിൽ അപ്പമാകാൻ, ആ പിന്നാമ്പുറത്തെ പിഞ്ചുബാലനെ പോലെ ഞങ്ങൾ മുന്നോട്ട് വരാൻ 5 അപ്പവും 2 ചെറുമീനും നിന്റെ കരങ്ങളിലേക്ക് വെച്ച് അത് വാഴ്ത്തി ഉയർത്തി മുറിച്ച് പന്തികളിലായി 5000-ഓളം പുരുഷന്മാർക്കും അനേകം സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ബാക്കി വന്നത് ശേഷിക്കാതെ എല്ലാം ശേഖരിച്ചപ്പോ 12 കൊട്ടയുടെ നിറവ്, പൂർണ്ണതയുടെ സമൃദ്ധി നൽകിയല്ലോ. ഞങ്ങളെല്ലാവരും നിന്റെ കരങ്ങളിൽ അപ്പമാകാൻ, നീ എടുത്തുയർത്തി വാഴ്ത്തി മുറിക്കുന്ന സുവിശേഷത്തിന്റെ വലിയ അപ്പമാകാൻ, ജീവിത സാക്ഷ്യത്തിന്റെ വലിയ അപ്പമാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ വലിയ സഹവാസവും സകല വിശുദ്ധരുടെയും, പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസമ്മയുടെയും സംരക്ഷണവും നിങ്ങൾക്കും നിങ്ങളുടെ ഈ വചന ശുശ്രൂഷകൾക്കുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.